ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് പരിപാടി? ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു എക്സൈറ്റിംഗ് ഒരു ട്രിപ്പിന് പോവാണ്. ഞാൻ ആദ്യം വിചാരിച്ചൊരു സർപ്രൈസ് ഒക്കെ ആയിട്ട് വെച്ചാലോ എന്ന്. ഇതൊരു ലാസ്റ്റ് മിനിറ്റില് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ നമ്മുടെ ഏരിയ തന്നെയാണുള്ളത്. നമ്മൾ ഡബ്ലിൻ ലിവർമോർ ഏരിയയിലാണ് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ഒറ്റയ്ക്കുള്ള വണ്ടിയിൽ. നമ്മളോട് ഒരാളും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, എന്റെ നെഫ്യൂ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞാല് ലാസ് വേഗാസിലോട്ട് ഡ്രൈവ് ചെയ്യണം. ലാസ് വേഗാസ് എന്ന് പറഞ്ഞാല് വേൾഡിലെ നമ്പർ 1 കസീനോസും ഗാംബ്ലിംഗ് സെന്റർ ഉള്ള സ്ഥലമാണ്. എനിക്കൊന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഇറ്റ്സ് എ ബിഗ് സിറ്റി. ഈ US ഒരു സൈസ് വൈസ് എനിക്കൊന്നും അത്ര ഭയങ്കര സിറ്റി അല്ലെങ്കിലും അവിടുത്തെ ഫെസിലിറ്റീസും അവിടുത്തെ സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു യുണീക്ക് സിറ്റിയാണ്. നമ്മളിപ്പം ദുബായ് എന്നൊക്കെ പറയില്ലേ, ദുബായ് എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര അല്ലേ, അവിടുത്തെ ബിൽഡിങ്സും അങ്ങനെയൊക്കെ വെച്ച് ഭയങ്കര രസമല്ലേ ആ മരുഭൂമിയിൽ. ഇത് അതേപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഡെസേർട്ടിന്റെ നടുവില് ഒരു ഭയങ്കരമായ ഒരു സിറ്റിയാണ്. എന്തായാലും ഞാൻ അവിടെ എത്തുമ്പോൾ അവിടുത്തെ അതിൻ്റെയൊക്കെ പറ്റി കൂടുതൽ പറയാം. അപ്പം നമ്മുടെ റൂട്ടിനെ പറ്റിയൊക്കെ പറയാം. നമ്മൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ലോങ് ഡ്രൈവാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 9 hours നമുക്ക് ഡ്രൈവ് ഉണ്ടെന്നേ. അതെല്ലാം കൂടെ കൂട്ടിയാട്ടോ നമ്മുടെ ചാർജിങ്. ഇപ്പം നമുക്ക് ടെസ്ലയിൽ നമ്മൾ നോർമൽ കളിയൊന്നും അല്ല. നമ്മൾ നോർമലി പോകുമ്പോൾ പറഞ്ഞാൽ നമുക്ക് നോർമലി പോകുമ്പോൾ നമുക്ക് കുറച്ച് ഇതൊക്കെ കിട്ടുവേ. ഇതിപ്പോ ഞാനിപ്പം FSD മെല്ലെ ഒഴിവായതാണ്, അതാണ് ഡിസ്റപ്റ്റ് ആയത്. നോർമലി പോകുമ്പോൾ നമുക്ക് ഈ ചാർജിങ് ആവശ്യമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയാറില്ലേ. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് എത്ര കിലോമീറ്റേഴ്സ് ആണെന്നറിയോ? എനിക്കൊന്ന് 500+ മൈൽസ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ചാർജിങ് വേണം. ഇപ്പം തന്നെ കണ്ടില്ലേ, ട്രാഫിക് ഒക്കെ മെല്ലെ പിക്ക് ചെയ്ത് തുടങ്ങി ഇവിടെ. കണ്ടില്ലേ, എന്താ ഭയങ്കര ഒരു സർപ്രൈസിങ് ആട്ടോ ഈ സമയത്തൊക്കെ ട്രാഫിക്. കാരണം ഞാൻ 1 മണിക്കാ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന്. അപ്പൊ നമ്മൾ ലോങ് ഡ്രൈവാണ്. അപ്പൊ ഞാനിത് ഫുൾ ലെങ്ത് ഞാൻ വീഡിയോ ഇടാൻ പ്ലാൻ ഇല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനും ബോറിംഗ് ആയിരിക്കും. എനിക്കത് ഫുൾ സംസാരിച്ചുകൊണ്ടിരിക്കാനും, ഞാൻ പൊതുവെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മേജർ സ്ഥലങ്ങളോ അല്ലെങ്കിൽ വല്ല ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളോ കാണുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം. കാരണം നമ്മുടെ ചാർജ് നമ്മൾ കൺസർവ് ചെയ്യണമല്ലോ, നമ്മുടെ റേബാൻ മെറ്റേന്റെ. അപ്പോൾ അതും കൺസർവ് ചെയ്യണം, മെമ്മറി കൺസർവ് ചെയ്യണം, ഇതെല്ലാം കൂടെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി. അപ്പോൾ നല്ലൊരു റൂട്ടായിരിക്കും. അവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ അത്ര 100 ഡിഗ്രി കണ്ടോ, 40 ഡിഗ്രിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹോട്ടാണ് അവിടെ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഇതാണ്, ട്രാഫിക് ഉണ്ട് ഈ വഴി. ഓക്കെ, അപ്പൊ എന്തായാലും അതാണ്. ഇപ്പൊ ഇവിടെ വലിയ തണുപ്പ്, ഇവിടെ അത്യാവശ്യം നല്ല വെതറാട്ടോ. ഒരു 70 ഡിഗ്രി ഉള്ളൂ. അങ്ങനെ അപ്പൊ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡ്രൈവ് ആയിരിക്കും. മൊത്തത്തിലൊരു എക്സൈറ്റ്മെന്റും അങ്ങനത്തെ അങ്ങോട്ടുള്ള കാര്യങ്ങള്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ പറയാം. അപ്പൊ ഇതിങ്ങനെ അങ്ങ് പോട്ടെ. നമുക്കിങ്ങനെ ഇതിപ്പോ നമ്മളല്ലേ നമ്മള് 580 എന്ന് പറഞ്ഞ ഹൈവേ ആണ് എടുത്തത്, 580. അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു 205 എന്ന് പറഞ്ഞ ഹൈവേയിലോട്ട് മാറി. ഇതിപ്പോ ഇതൊക്കെ ചെറിയ ചെറിയ ചേഞ്ചുകളാണ്. ഇതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് നമ്മൾ റൂട്ട് 5 കയറാനുള്ള ഒരു പ്രോസസ് ആണ്. ഇതിപ്പോ നമ്മൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഒരു ഹമ്മറാണ്. ഹമ്മർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരിടയ്ക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ ഹമ്മർ. ഗൾഫിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഭയങ്കര കോമൺ വണ്ടിയായിരുന്നല്ലോ. ഇത് ഹമ്മറിന്റെ ഒരു പുതിയ വർഷമാണ് ഈ പോകുന്നത്. ഇത് ഹമ്മറിന്റെ ഇലക്ട്രിക്കാ. ഇതിപ്പോ ഹമ്മർ എന്ന് പറഞ്ഞ ബ്രാൻഡ് GMC അക്വയർ ചെയ്തേ. ആ ബ്രാൻഡിനെ മൊത്തത്തിലെ അവർ ബാങ്ക്രപ്റ്റോ അങ്ങനെ കണ്ടൊക്കെ ആയിരുന്നു. അപ്പോ അതിനെ പറ്റുമെങ്കിൽ ഒരു സൈഡ് വ്യൂ ആണ്, പറ്റുമെങ്കിൽ ഓവർടേക്ക് നോട്ടെ. ഇതിപ്പോ ഇലക്ട്രിക് ആണ്. ഞാൻ ഒരു പ്രാവശ്യം ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്താണ് ഈ വണ്ടി. നല്ല കിടില സാധനമാണ്, നല്ല സൈസുള്ള സാധനമാണ്, നല്ല പവർഫുൾ ആണ്. ഇതിന്റെ അടിയിലെ ബാറ്ററി എന്ന് പറഞ്ഞാൽ അത്രയും കട്ടയ്ക്ക് ബാറ്ററിയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഹെവി സാധനം പുള്ളി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ഹമ്മർ. അപ്പൊ നമ്മൾ നമ്മുടെ റൂട്ടിൽ കണ്ടിന്യൂ ആണ്. ഇപ്പൊ നമ്മളൊരു എക്സിറ്റ് എടുത്തിട്ട് നമ്മൾ ട്രേസി സിറ്റിയിലോട്ട് എൻ്റർ ചെയ്യാണ്. ഇവിടെ നിന്നാണ് നമ്മൾ എന്റെ നെഫ്യൂനെ പിക്ക് ചെയ്യാൻ പോകുന്നത്. നെഫ്യൂനെ പിക്ക് ചെയ്തിട്ട് നമ്മള് കണ്ടിന്യൂ ചെയ്യുവാണ്. വലിയ ഡിലേ ഒന്നുമില്ല, നമ്മൾ നേരെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ജസ്റ്റ് ഈ ഒരു ചെറിയൊരു ചെക്ക് പോയിന്റ് പറഞ്ഞതാ. ഇവിടെ ഇനിയും നമുക്ക് നല്ല ടൈമുണ്ട്. ഇനിയൊരു 8 hours മിച്ചമുണ്ട് ഡ്രൈവ് നമുക്ക്. എന്നാലും ആ മെയിൻ ആയിട്ടുള്ള ട്രാഫിക് ഒരു ഹർഡിൽ കഴിഞ്ഞു. നേരത്തെ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നേ. അപ്പൊ ഇനി നമുക്ക് ട്രേസി എന്നുള്ളത് നെക്സ്റ്റ് ഒരു നല്ലൊരു ചെക്ക് പോയിന്റ് എത്തുമ്പോൾ ഞാൻ അടുത്ത നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. ഓക്കെ ഗൈസ്, ശരി, എൻജോയ്. ഹലോ ഗൈസ്, നമ്മളിപ്പം കുറെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു കേട്ടോ. വേഗസിലോട്ടുള്ള റൂട്ടിലാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ നെഫ്യൂനെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ട്രേസി എന്ന് പറഞ്ഞ സിറ്റിയിൽ നമ്മളിപ്പോഴും കറന്റ്ലി ട്രേസിയിലാട്ടോ. ട്രേസി സിറ്റി ലിമിറ്റിലാണ്. നമ്മൾ ട്രേസിന്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നമ്മൾ മെയിൻ ഹൈവേ നിന്ന് മാറിയിട്ട്
ഇപ്പോൾ നമ്മൾ റൂട്ട് 5 റൂട്ട് 5 അല്ല 580 കയറുവാണ്. 580 തിരിച്ച് എൻ്റർ ചെയ്യുവാണ്. നമ്മൾ വന്ന ഹൈവേ തന്നെയാണ് 580 തിരിച്ച് എൻ്റർ ചെയ്തിട്ട് ഈ 580 പിന്നെ നമ്മുടെ ഒരു മേജർ റൂട്ടായ ഇൻ്റർസ്റ്റേറ്റ് 5 അങ്ങ് മെർജ് ചെയ്യും. അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിരിക്കും. അവിടെ നമുക്കൊരു പറ്റുമെങ്കിൽ ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെക്ക് ഇൻ ചെയ്യാം. ഇത് കണ്ടില്ല, ഈ ഏരിയയൊക്കെ കംപ്ലീറ്റ്ലി മാറിയില്ലേ, ഇപ്പം ഭയങ്കര ഡ്രൈ ആയി. ഈ ഏരിയക്ക് പൊതുവെ പറയുന്നത് സെൻട്രൽ വാലി എന്നാണ്. നമ്മുടെ അവിടുത്തെ ഈ ട്രൈ വാലി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വാലി ഏരിയ ആണ്, പക്ഷെ അവിടത്തെക്കാളും കുറേ കൂടെ ഡ്രൈ ആണ്. ഇവിടെ ഭയങ്കര ടെമ്പറേച്ചറാണ് ഈ ഏരിയയിലൊക്കെ. ഇപ്പം ഇവിടെ പുറത്ത് 82 ഉണ്ട്. ഇവിടെ സമ്മർ ടൈമിലൊക്കെ 100 കോമൺ ആണ്, 90-100 ഭയങ്കര കോമൺ ആണ്. ഇത് കണ്ടില്ല, ഇത് ഹൈവേയിലോട്ടുള്ള എൻട്രി പോയിന്റ് ആണ്. കണ്ടില്ല, അവിടെ ഇരിക്കുന്നില്ലേ 580 വെസ്റ്റ് ഫ്രീ വേ എൻട്രൻസ് എന്നൊക്കെ. അവിടെ കുറെ ഹിൽസ് കണ്ടില്ല ആ സൈഡിലോട്ട് അപ്പുറത്ത്. അതാണ് ഇവിടുത്തെ സെപ്പറേഷൻ. ഈ ട്രൈ വാലി ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഇത് വേറൊരു ഹൈവേ കാണുന്നത് 132 എന്നങ്ങാണ്ടോ പറഞ്ഞത്. ഓക്കെ, 2 ഹൈവേയിലൂടെ പാരലലി ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ഹൈവേയിലോട്ട് എൻ്റർ ചെയ്യുവാണ്. അല്ലേ, അവിടെ എഴുതിക്കുന്നുണ്ടോ ലോസ് ആഞ്ചലസ് 580 ഇന്റർസ്റ്റേറ്റ് 5 ടു ഇന്റർസ്റ്റേറ്റ് 5. ഇത് 580 ആണ്. ഇത് എടുത്തിട്ട് ടുവേർഡ്സ് ഇന്റർസ്റ്റേറ്റ് 5 പോകുന്ന റോഡാണേ. കാരണം 580 എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി ഹൈവേ ആണ്, ഇന്റർസ്റ്റേറ്റ് ആണെങ്കിലും. ഇതൊരു ഗോൾഫ് കോഴ്സ് ഈ സൈഡ് കാണുന്ന ആൾക്കാരൊക്കെ ഗോൾഫ് കളിക്കുന്നുണ്ട്. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഗ്രാസൊക്കെ എനിക്കൊന്ന് കരിഞ്ഞു പോയെന്ന് തോന്നി ഗോൾഫ് കോഴ്സിലെ. ഇപ്പൊ റൂട്ട് 5 നമ്മള്. റൂട്ട് 5 എന്ന് പറയുന്നത് സിയാറ്റിൽ ടു ലോസ് ആഞ്ചലസ് പോകുന്ന ഒരു ഇന്റർസ്റ്റേറ്റ് ആണ്. അതൊരു വൺ ഓഫ് ദി മേജർ ഇന്റർസ്റ്റേറ്റ് റൂട്ടാണ് റൂട്ട് 5. അപ്പോൾ ആ റൂട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ടുവേർഡ്സ് LA ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്, ടുവേർഡ്സ് സൗത്ത് LAയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ റൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വേൾഡിലെ തന്നെ ഒരു സിഗ്നിഫിക്കൻ്റ് ഏരിയ ആണ്. ഈ ഏരിയനെ കാലിഫോർണിയ സെൻട്രൽ വാലി എന്നാണ് പറയുന്നത്. കാണാനൊന്നും വലിയ ലുക്കൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ഇപ്പം സൈഡിൽ ഇത് അടിപൊളിയാണ്. ഇവിടുത്തെ മലകളൊക്കെ നല്ലൊരു പ്രത്യേക ഒരു സ്റ്റൈലാണല്ലേ, നല്ലൊരു സ്മൂത്ത് നല്ല കേർവി മലകളുണ്ട്. ഇതാണ് സെൻട്രൽ വാലി, ഈ ലെഫ്റ്റ് കാണുന്നത്. ഈ സെൻട്രൽ വാലി എന്ന് പറയുന്നത് കാലിഫോർണിയ, അമേരിക്ക, ഇപ്പം നോർത്ത് അമേരിക്കയിലെയും എല്ലാം ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ ആണ് സെൻട്രൽ വാലി. ഫുൾ അഗ്രികൾച്ചറാണ് ഈ ഏരിയയിൽ. ഇപ്പം നമുക്ക് അവക്കാഡോസും ടൊമാറ്റോസും പൊട്ടേറ്റോ എന്നാ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഫുൾ ഈ ഏരിയ നിന്നാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാം ഈ സൈഡിലൊക്കെ എന്തൊക്കെയോ അഗ്രികൾച്ചർ നടക്കുന്നുണ്ടേ. പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഒരു സെൻറ്ററാണ്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറീസ്, പീച്ച്, അങ്ങനെ എല്ലാ വേണ്ട സാധനങ്ങളും ഈ ഏരിയയിലുണ്ടേ. പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു സംഭവം ഉണ്ട് ഈ സെൻട്രൽ വാലിക്ക്. ഈ സെൻട്രൽ വാലി എന്ന് പറയുന്നത് പണ്ട് ഈ ഐസ് ഏജിൻ്റെ ഒക്കെ സമയത്ത്, ഐസ് ഏജ് കഴിയുന്ന സമയത്തെ ഐസ് ഏജിൻ്റെ ആ സ്നോയൊക്കെ മെൽറ്റായിട്ട് ഇതൊരു വലിയൊരു ലേക്കായിരുന്നു ഈ സെൻട്രൽ വാലി മൊത്തം. എന്നിട്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ആൾക്കാർ ഇറിഗേഷനും കൾട്ടിവേഷനും ഒക്കെ ആയിട്ട് ഡാംസും കനാൽസൊക്കെ പണിത് ഇതിലെ വെള്ളം ഫുള്ള് ഡ്രൈ ആയി വറ്റിപ്പോയി. അങ്ങനെ ഇത് മൊത്തം എംറ്റി ആയിപ്പോയി. ആ ലേക്ക് എന്ന് പറഞ്ഞ സംഭവം കൺസെപ്റ്റേ പോയി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അത് ഫുൾ ഫെർട്ടൈൽ ലാൻഡാണ്. വെള്ളം ഇല്ലാണ്ടായിപ്പോയി, പക്ഷെ ഫെർട്ടൈൽ ലാൻഡാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഫുൾ കൃഷിയുടെ സംഭവം. എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് ഇവിടെ നിന്നുള്ള എക്സ്പോർട്സ് പോകുന്നുണ്ട് ഈ സെൻട്രൽ വാലി. ഇപ്പോൾ കാലിഫോർണിയ നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോഴേ നമ്മൾ ഈ സാൻ ഫ്രാൻസിസ്കോ എന്താണ് ടെക് ഹബ്ബ്, ലോസ് ആഞ്ചലസ് നമ്മുടെ എന്താണ് ഹോളിവുഡ്, ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ കാലിഫോർണിയൻ്റെ ഒരു മേജർ ഇൻകം സോഴ്സ് ആണ് ഈ കാണുന്ന കൃഷി ഏരിയ. ഇതങ്ങ് സ്ട്രെച്ച് ചെയ്യാം കേട്ടോ. സാക്രമെന്റോ മുതൽ സൗത്ത് ഇവിടം വരെ ബേക്കേഴ്സ് ഫീൽഡ് വരെ ഈ വാലി ഇങ്ങനെ കിടക്കുവാണേ. ഇതിൻ്റെ 2 സൈഡിലും മലകളാണ്. ഒരു സൈഡിൽ സിയാറ ഹിൽസും ഒരു സൈഡിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ ചെറിയ മലകൾ. അപ്പോൾ ഗൈസ് ഇതിങ്ങനെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്യാണ്. ഇങ്ങനെ മോണോട്ടോണിക് റൂട്ടാണ് റൂട്ട് 5 സൗത്ത്. അപ്പോൾ നമ്മളിങ്ങനെ FSD ഇട്ട് ഇങ്ങനെ അങ്ങ് പോവാണ്. ഇപ്പോൾ 2 ലെയിനേ ഉള്ളൂ ഒരു സൈഡിൽ. അങ്ങനെ മൊത്തത്തിലൊരു ട്രാഫിക് ഇപ്പോൾ വലിയ ട്രാഫിക്കൊന്നുമില്ല. ഇതില്ലേ നമ്മളിപ്പോൾ ഒരു ട്രക്കിനെ ഒന്ന് ഓവർടേക്കാൻ ശ്രമിക്കുകയാണേ. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ക്യാപ്ചർ ചെയ്യാന്ന് വിചാരിച്ചേ. ഇതല്ല, ഈ റൂട്ടിൽ ഫുള്ള് ട്രക്ക് റൂട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ ട്രക്ക് റൂട്ട് എന്നൊക്കെ പറയുന്നില്ല, ആ ഒരു സംഭവമാണ് ഈ റൂട്ട്. അല്ല, ഇതൊരു ഹണ്ടായിൻ്റെ ഒരു ട്രക്കാണേ, കാറ് കൊണ്ടുപോകുന്നതായിരിക്കും. ഇല്ലേ ഇത് ട്രക്കിനെ അല്ലെ, ട്രക്കുകളുടെ ഒരു എന്താ പറയാ, ഈ റൈറ്റ് ലൈനിൽ ട്രക്കുകൾ മാത്രമേ ഉള്ളൂ ഈ റോഡിൽ. കണ്ടില്ലേ അടുത്ത ട്രക്ക്.
ഇതെല്ലാം വലിയ സാധനങ്ങളാണ്, വലിയ സെമി ട്രക്സ് ആണ് ഈ പോകുന്നത്. ഇതിന് വേറെ റീസൺ എനിക്ക് വന്നു വെച്ചാൽ ഇവിടുത്തെ ട്രക്ക് ഇത്രയും കോമൺ ആകുന്ന വെച്ചാൽ ഈ ലോസ് ആഞ്ചലസ് മെയിൻ പോർട്ടാണ്. ഈ US-ലെയോ വെസ്റ്റ് കോസ്റ്റിലെ മെയിൻ പോർട്ടാണ് ലോസ് ആഞ്ചലസ്. അപ്പോൾ അങ്ങോട്ടുള്ള അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാഫിക് മെയിനായിട്ട് പോകുന്ന റൂട്ടാണ് ഈ റൂട്ട് 5. അപ്പോൾ അതൊരു മെയിൻ റീസൺ ആയിരിക്കാം. നമുക്ക് നോക്കാം അടുത്തൊരു വേറൊരു ടൈപ്പ് ട്രക്ക്, അത് എങ്ങനെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പിന്നെ ലൈനിലൊക്കെ ആവശ്യത്തിന് നല്ല വിഡ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂജേഴ്സിയിൽ നിന്ന് ഒരു ട്രക്ക് ഓവർടേക്കിംഗ് വീഡിയോ ഇട്ടുണ്ടായിരുന്നേ. അത് എനിക്കൊന്ന് ട്രക്കിന്റെ പകുതി ലെഫ്റ്റത്തെ 2 ടയർ നമ്മുടെ ലൈനിലുള്ളായിരുന്നേ. അപ്പം ഭയങ്കര റിസ്കി ആയിരുന്നു. അതും ഞാനത് ടെസ്റ്റിൽ കണ്ടില്ല. ഇതിപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം കേട്ടോ. ട്രക്കിനെ ഓവർടേക്ക് ചെയ്യുവാണേ. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു കഷ്ടപ്പാട്. കാരണം എന്ന് വെച്ചാൽ 2 ലൈനല്ലേ ഉള്ളൂ. 2 ലൈനിൽ ഈ ചില ട്രക്കുകൾ ചെറിയ 2 മൈൽ സ്പീഡെങ്ങാനും കൂടുതലുണ്ടാവുള്ളൂ മറ്റേ ട്രക്കിനേക്കാളും. അപ്പോൾ ഇവനെ ഓവർടേക്ക് ചെയ്ത് തീരണമെങ്കിൽ ഒരു വർഷം പിടിക്കും ചിലപ്പം. അപ്പോൾ അങ്ങനത്തെ കുറേ മീംസ് ഒക്കെ ഉണ്ട്. 2 ട്രക്കുകൾ ഓവർടേക്ക് ചെയ്യുന്ന മീംസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പുറകിൽ എൻറ്റയർ ട്രാഫിക് ഇങ്ങനെ സ്റ്റക്കായി പോവേ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് അത് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. ജനറലി ഇവിടുത്തെ നമ്മുടെ നാട്ടിലേന്നും പോലെയല്ല, ഇവിടുത്തെ ട്രക്കേഴ്സൊക്കെ അത്യാവശ്യം ട്രാഫിക് ഒക്കെ ഫോളോ ചെയ്യും. അവന്മാർ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ ഈ കേസിൽ എനിക്ക് തോന്നുന്നു അവന്മാർ ലൈനിന് മാറുന്നില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. അവൻ ഡബിൾ ഓവർടേക്കിങ്ങാ. ഈ ട്രക്കിനെ ഓവർടേക്ക് ചെയ്തു, ഇനി അവൻ അടുത്ത ട്രക്കിനെയും കൂടെ ഓവർടേക്ക് ചെയ്തിട്ടാണ് മിക്കവാറും ലൈൻ മാറുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭയങ്കര വിൻഡ് ബ്ലാസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ട്രക്കിനെ ഓവർടേക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല ബ്ലാസ്റ്റ് ചെയ്യും വിൻഡ് ചില സമയത്ത്. കാരണം ആ വാലിയിൽ നിന്നൊക്കെ വരുന്ന ഒരു വിൻഡ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ അടുത്ത ട്രക്കിനെ പിടിക്കാൻ പോവാണ്. ഇവന്മാർക്ക് ഇവിടെ വേറെ സ്പീഡ് ലിമിറ്റ് ഒക്കെ ഉണ്ട്. ഈ ട്രെയിലേഴ്സിനൊക്കെ 55 മൈൽസ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ്. അല്ലേ മുകളിൽ നമ്മുടെ ഇവിടുത്തെ സ്കൈ ഒക്കെ ഉണ്ടോ, എന്നാ ക്ലിയർ ആണ്. ഒരു പാച്ചി ചെറിയ ക്ലൗഡ്സ് ഒക്കെ ആയിട്ട്, പക്ഷെ ഭയങ്കര ക്ലിയർ സ്കൈസ് ആണ് ഇവിടെ. ഇത് കണ്ടില്ല അടുത്തൊരു ട്രക്ക്. ഇതൊരു കണ്ടെയ്നറാണ് ഈ ട്രക്ക്. ഹിൽസ്ബ്രോസ് നെബ്രാസ്ക. ഇത് നെബ്രാസ്ക എന്നൊക്കെ വരുന്ന ട്രക്കുകളാണ്. നെബ്രാസ്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നോർത്ത് ഈസ്റ്റിലൊക്കെ കിടക്കുന്ന നോർത്ത് ആ ഒരു ഏരിയയിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഇതില്ലേ നമ്മളിപ്പോൾ ഒരു നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ് ഈ ഏരിയയിൽ. നല്ല അപ്പുറത്ത് നോക്കിയാൽ നല്ല റോളിങ് ഹിൽസ്, ഹൈവേ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടും കിടക്കുക. ഇതാണ് ഈ റൂട്ട് 5-ന്റെ ഒരു പ്രത്യേകത. ഡെഡ് സ്ട്രെയിറ്റ് ആയിട്ട് സാധനം ഇങ്ങനെ പോവാണ്. ഇതൊരു വൺ ഓഫ് ദി ന്യൂവർ ഹൈവേസ് ആണിത്. അപ്പോൾ ഇത് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവരിത് പക്ക പ്ലാനിങ് ആയിരുന്നു. നല്ല ഡെഡ് സ്ട്രെയിറ്റ് ആയിട്ട് കർവുകളൊക്കെ ഭയങ്കര കുറവാണ് ഈ ഹൈവേയിൽ. ഇപ്പം നമ്മളിപ്പോൾ ഇത് FSD ആയതുകൊണ്ട് ഇതിങ്ങനെ റോഡിൽ നിൽക്കും. FSD അല്ലെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റിയറിംഗ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല ഈ ഹൈവേയിൽ. അത്രയും സ്ട്രെയിറ്റ് ആണ്. ഇത് കണ്ടല്ലോ, ഇതിനിപ്പോൾ ലെഫ്റ്റിലും കുറച്ച് ഹിൽസൊക്കെ കണ്ടു തുടങ്ങി ഈ ഏരിയയിലൊക്കെ. പക്ഷെ എന്നാലും അങ്ങോട്ട് ഫർദർ ലെഫ്റ്റിലോട്ട് ഫുള്ള് നമ്മുടെ നേരത്തെ പറഞ്ഞ സെൻട്രൽ വാലി ഏരിയാസ് ഒക്കെയാണ്. ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെ അങ്ങ് പോവാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പാണ്. ഇപ്പോൾ ഓപ്പോസിറ്റും വണ്ടികൾ വരുന്നുണ്ട്. ഓപ്പോസിറ്റും ഫുള്ള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രക്കിൻ്റെ ഒരു മിക്സാണ്. ഫുള്ള് ട്രക്ക് റൂട്ടാണ്. ഇത് കണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഒരു വണ്ടിയൊക്കെ കൊണ്ടുപോകുന്നൊരു ട്രക്ക്, ഒരു വെഹിക്കിൾ കാരിയർ അങ്ങനത്തെ ഒരു ട്രക്ക് ഇപ്പം ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ അമേരിക്കയിൽ കാറുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. പുതിയതും പഴയതും ഇതൊക്കെ യൂസ്ഡ് കാർസ് ആണ് ഈ കാണുന്നത്. കണ്ടില്ലേ എത്ര കാറുകൾ, 1 2 3 4 5 6 7 8 or 9 കാർസ് ഉണ്ട് അതിൻ്റെ മുകളിൽ. ഇവൻ ഡ്രൈവറിൻ്റെ അതിൻ്റെ മുകളിൽ ഒരു കാറുണ്ട്. അപ്പം നമുക്ക് ഇപ്പം കുറേ ലോങ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ റീലൊക്കേറ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ എനിക്കൊന്നൊരു $500 എങ്ങാണ്ടേ ഉള്ളൂ എന്ന് തോന്നേ. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ കാറ് ഇങ്ങനത്തെ വണ്ടിയിൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അപ്പുറത്തെത്തിക്കും. കണ്ടല്ലേ, ഇതിപ്പോൾ നമ്മൾ ആ നേരെ സ്ട്രെയിറ്റ് കണ്ട റൂട്ടാണ്. അതിൻ്റെ ഏറ്റവും ഒരു ടോപ്പ് ഒരു ഏരിയയിലെത്തി. ഇപ്പോൾ ഇതേതാ സ്ഥലം എന്ന് ഞാൻ നോക്കട്ടെ. ഇതിപ്പോൾ ന്യൂമാൻ എന്ന് പറഞ്ഞ സിറ്റിയാണ്. ന്യൂമാൻ മേഴ്സഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടെങ്ങാണ്ടോ പോയി കഴിഞ്ഞാൽ മേഴ്സഡ് എത്തും. മേഴ്സഡ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരു ഫേമസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ മേഴ്സഡ് എന്ന് പറഞ്ഞു. അല്ലേ ഇവിടെയൊക്കെ ഫുൾ കൃഷിയാണ്. അല്ലേ ഇവിടെ അടുത്ത റൂട്ട് കണ്ടില്ലേ, യോസെമിറ്റി എന്ന് പറഞ്ഞ ഒരു നാഷണൽ പാർക്കിലോട്ട് ഇവിടുന്ന് പോവാം. അതൊരു വേൾഡ് ഫേമസ് നാഷണൽ പാർക്കാണ് യോസെമിറ്റി. യോസെമിറ്റിയിലൊരു അവിടുത്തെ ഒരു സ്നോ സ്കീയിങ് റിസോർട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഭയങ്കര കില്ലർ വ്യൂസ് ഒക്കെയാണ് യോസെമിറ്റിയിൽ പോയാൽ. കംപ്ലീറ്റ് ഡ്രാസ്റ്റിക്കലി ഡിഫറെൻറ്റ് ഏരിയ കേട്ടോ അതൊക്കെ. കാരണം ഇവിടെ നമ്മൾ കാണുന്ന ഫുൾ ഡ്രൈ ഒരു ഡെസേർട്ട് ടൈപ്പ്. ഡെസേർട്ട് ഇതൊന്നും അല്ല കേട്ടോ, നമ്മളിനി പോകാൻ കിടക്കുന്നേ ഉള്ളൂ. നമ്മൾ ബേക്കേഴ്സ്ഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ അങ്ങ് എന്താ പറയാ ഡ്രൈ ഏരിയ ആണ്. എനിക്കറിയില്ല എത്രത്തോളം നമുക്ക് ഇന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന്. നമ്മളൊരു ഡേ ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കിന്ന് കിടിലം കുറെ കൂടെ വ്യൂസ് ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ട്രക്സിനെ ഓവർടേക്കാണ്. ഇത് കണ്ടല്ലേ, ഇതൊരു എന്താ വെജിറ്റബിൾ ഓർഗാനിക് ട്രക്കാണ്. എനിക്കൊന്ന് ഇതിന്റെ ഉള്ളിലൊക്കെ ഈ ഫുൾ ടൊമാറ്റോസ് ഒക്കെ നേരെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ടൊക്കെ പോകാറുണ്ട്. ഇങ്ങനെ കുറെ കാണാറുണ്ടേ ഇങ്ങനത്തെ ഓപ്പൺ ട്രക്ക്. ഇത് കേട്ടില്ലേ, ഈ റൂട്ട് അത്യാവശ്യം ബോറിംഗ് ആണ്. നല്ല ഇങ്ങനെ ഫുൾ ട്രക്കുകളാണ്. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് ഇതിനടുത്ത ട്രക്ക്, ഇത് ട്രക്ക് മാത്രമേ ഉള്ളൂ. ഫുള്ള് ഒരു ഡ്രൈവ് ആണ്. ഈ സീസൺ സമ്മർ ആണല്ലോ. ഇപ്പൊ ഫ്രണ്ടിലൊക്കെ അങ്ങ് കണ്ടില്ലേ കുറെ ഡസ്റ്റ് ഒക്കെ ആയിട്ട്. ഇത് അടുത്ത ട്രക്കിനെ നമ്മൾ പിടിക്കാൻ പോവാ അല്ലേ. അയ്യോ, ഈ ട്രക്ക് കുറെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. കുഴപ്പമുണ്ടാവില്ലായിരിക്കും, നമുക്ക് നോക്കാം. ഞാൻ മെല്ലെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് വിട്ടു. എനിക്കൊന്ന് ഓവർടേക്ക് ചെയ്യാനല്ലായിരുന്നു എനിക്ക് തോന്നുന്നത്. ആ സൈഡിലൊരു ട്രക്ക് ഇവിടെ കണ്ടില്ല, ഇവിടെ ഡ്രൈ ആയിട്ട് എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുവാണേ ഈ സൈഡത്തൊക്കെ. കുറെ സ്ഥലത്ത് അങ്ങനെ കാണാം ഈ ട്രീയും. ഇവിടെ ഫ്രണ്ടിലൊരു ട്രാഫിക് ജാം പോലെയുണ്ട് ഫ്രണ്ടിലെ. ശരിക്കും അത് നല്ല സ്പീഡിൽ മൂവ് ചെയ്യണേ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ ട്രാഫിക് ജാം പോലെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ കാണില്ലേ കുറെ ലോസ്റ്റ് ആയിട്ടുള്ള കുറെ വീടുകളോ എന്തൊക്കെയൊക്കെയോ കരിഞ്ഞ്. എനിക്കൊന്ന് ഈ ചൂട് കാരണം എല്ലാം ഇങ്ങനെ അബാൻഡൻ ചെയ്തൊക്കെ പോലത്തെ ഒരു സ്ഥലം പോലെയുണ്ട്. ഇത് കണ്ടില്ല അടുത്ത സെറ്റ് ഓഫ് ട്രക്ക്. എനിക്ക് അതിന്റെ പുറകെ കൂടെ ഒരു കാർ സ്റ്റക്ക് ആയിരിപ്പുണ്ട് കേട്ടോ. ഒരു കാർ അവിടെ ഉണ്ട്. അല്ല, ഇതിന്റെ മുകളിൽ വേറെ എന്തോ ഒരു സാധനമാണ്. ഇത് എന്നാ സാധനം അതുപോലും ഹെവി എന്തൊരു സാധനം കേട്ടോ. കണ്ടില്ലേ എത്ര ട്രക്കുകളാന്ന് കണ്ടില്ലേ. ഇത് അടുത്തത് ഇതിന്റെ ഉള്ളിലൊക്കെ എന്താണാവോന്ന് ആർക്കറിയാം. ഈ ഏരിയ ഉണ്ടല്ലേ ഹൈ വിൻഡ് ഏരിയ ആണ്. അപ്പൊ നേരത്തെ അത് വീഡിയോയിൽ വന്നിട്ടില്ല. നേരത്തെ ഞാനൊരു ട്രക്കിനെ ഓവർടേക്ക് ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ടിൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു വിൻഡ് ബ്ലാസ്റ്റ് വന്നിട്ട് വണ്ടി കുറച്ച് സൈഡിലോട്ട് തന്നെ അങ്ങ് പോയി. ഇപ്പൊ ചെറുതായിട്ട് വരുന്നുണ്ട്, ചെറിയൊരു എഫക്റ്റ് ഉണ്ട്. നേരത്തെ ഇത് ഭയങ്കരമായിട്ട് വന്നായിരുന്നേ. ഇതൊന്നും എനിക്കൊന്ന് ഗ്രാനൈറ്റോ മാർബിളോ അങ്ങനെ ഒന്നും കണ്ടാണേ. ഇത് അടുത്ത ഒരു ട്രക്ക് ഓവർടേക്കിംഗ് ആണ്. ഇതെനിക്ക് തോന്നുന്നു എന്തോ ഒരു ക്യാറ്റിൽ ഫീഡ് കൊണ്ടുവന്ന ട്രക്ക്. അതിന്റെ പുറകിലൊരു പടമൊക്കെ ഉണ്ട്. ഈ ഏരിയയിലല്ലേ കുറെ ക്യാറ്റിൽ ഫാംസ് ഉണ്ട് കേട്ടോ. കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ ഒരു ഭയങ്കരമായൊരു ക്യാറ്റിൽ ഫാംസ്. അവിടെ എന്തൊക്കെയോ ഒരു നോട്ടീസൊക്കെ ഉണ്ട്, ഫാം നീഡ് വാട്ടർ എന്നൊക്കെ പറഞ്ഞ്. ഇവിടുത്തെ ഗവർണർക്കൊക്കെ എതിരെ കുറെ ലൈൻസ് ഉണ്ട്. ഇവിടുത്തെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, കാലിഫോർണിയയിലെ സംഭവം എന്ന് പറഞ്ഞാൽ സിറ്റീസൊക്കെ കൂടുതലും ഇതാണ്. ഈ സിറ്റീസൊക്കെ എന്താണ് ഡെമോക്രാറ്റിക് സപ്പോർട്ടാണ്. ഈ കൺട്രി സൈഡ് ഈ സെൻട്രൽ വാലി ഏരിയയൊക്കെ റിപ്പബ്ലിക്കൻ അനുകൂലികളാണ് കൂടുതലേ. അപ്പൊ ട്രംപ് സപ്പോർട്ടേഴ്സും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ ഫാമേഴ്സ് കൂടുതലും. അപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആണ്. ന്യൂസമാണ് ഇവിടുത്തെ ഗവർണർ എന്ന് വെച്ചാൽ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഒക്കെ പോലത്തെ സംഭവം. ഇതൊരു വേറെ ഒരു ട്രക്ക്, ഒരു ഗ്യാസ് ട്രക്കാന്നു കണ്ടിട്ട്. എന്താ ഈ ട്രക്ക് അങ്ങ് ചവറ് പോലെ ഓവർടേക്കിങ്ങാ വേറെ ട്രക്കുകളെ. നമ്മളെയൊന്നും കിടത്തി വിടുന്നേ ഇല്ലേ. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഒലയുന്ന കണ്ടില്ലേ ട്രക്ക് ഇങ്ങനെ. അത് ആ വിൻഡിന്റെ എഫക്റ്റ് ആണേ. ട്രക്കിനൊക്കെ വിൻഡ് ഭയങ്കരമായിട്ട് പിടിക്കും. ഇതിനൊക്കെ സൈഡിൽ കൂടെ കുറെ ഫാമുകളുണ്ട് കേട്ടോ. ഇവിടെ ഗ്രേപ്സും ഗാർലിക്കും എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുണ്ടേ. അപ്പോൾ അവിടെയൊക്കെ ഡയറക്റ്റ്ലി പോയി കഴിഞ്ഞാൽ നമുക്ക് സാധനമൊക്കെ മേടിക്കാനൊക്കെ പറ്റും അല്ലേ. ഇവിടെ ഒരു പെട്രോൾ ഫ്യൂവൽ സ്റ്റേഷനുണ്ട്. ഫൈനലി ഇതൊന്ന് സൈഡ് തന്നു കേട്ടോ. എന്തായെന്നറിയില്ല, ഒന്ന് സൈഡ് തന്നു. അപ്പൊ നമുക്ക് ഓവർടേക്ക് ചെയ്യാം ഫൈനലി. ഇതിങ്ങനെയൊക്കെ പോവാണ് ഈ റൂട്ട്. ഞാൻ പറഞ്ഞല്ലേ, ഇത് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന്റെ ഒരു ഇതാണ്. ഇനി നമുക്ക് 100 മൈൽസും കൂടിയാ, 106 മൈലും കൂടിയാ ലോസ്റ്റ് ഹിൽസ് എന്ന് പറയേ. ആ സ്ഥലത്താണ് നമ്മുടെ അടുത്തതെന്നല്ല സെക്കൻഡ് സ്റ്റോപ്പാണ്. സെക്കൻഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജിങ്ങിന് ഉള്ള സ്റ്റോപ്പാണ്. അപ്പൊ ഇതിൽ പറയുന്ന പറഞ്ഞാൽ ടെസ്ലയിൽ പറയാം എക്സാക്ട്ലി നമ്മൾ എത്ര നേരം ചാർജ് ചെയ്യണം എന്നാണ്. ഇപ്പൊ ഇവിടെ പറയുന്ന പറഞ്ഞാൽ 18 മിനിറ്റ് ചാർജ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി അതിലും കൂടുതൽ ചെയ്യും. കാരണം നമുക്ക് അല്ലെങ്കിലേ ഇനിയും ഫ്രീക്വന്റ് സ്റ്റോപ്പ് പിന്നെ ചെയ്യേണ്ടി വരുവേ. ഇവിടെ കണ്ടില്ലേ, അവിടെ എന്നാ ഈ ഏരിയ കിടക്കുന്നുണ്ടോ, അങ്ങ് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുവാണേ ഈ വാലി ഏരിയ. അത് ഇങ്ങനെ എത്ര ദൂരെയാകണ്ടല്ലേ, അങ്ങോട്ട് നടുവിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ വെള്ളമൊക്കെ കിടക്കുന്ന ഒരു ഫീലിംഗ് ആണ്. മറ്റേ മിറാഷൊക്കെ വന്ന് കിടപ്പുണ്ട് റോഡിൽ. ഭയങ്കര ഒരു യുണീക്ക് റൂട്ടാട്ടോ അത്. ഇവിടെയൊക്കെ എന്തെങ്കിലും നമുക്ക് നമ്മുടെ വണ്ടിക്കൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചടങ്ങായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത്
സിറ്റികളൊന്നുമില്ല അടുത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഏരിയയിൽ. അല്ലേ എൻ്റെ മാതാവ് നോക്ക്, റൂട്ട് കിടക്കുന്ന നോക്ക്. ഓ മൈ ഗോഡ്, നോക്ക്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് ഫ്രണ്ടിലോട്ട് ഒരു 5-10 മൈൽ അങ്ങോട്ട് കാണാമെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഫ്രണ്ട് എത്രയും ഡെഡ് സ്ട്രെയിറ്റ് ആണ്. ഓ മൈ ഗോഡ്, നോക്കിയേ എങ്ങനെ കിടക്കും നോക്കി. ഇപ്പം ഈ സൈഡിൽ വാലി നോക്ക്.